ലോകത്ത് 3 ഊത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഊതിക്കുന്നത്. 3 ഊത്ത്. ഒന്ന് നഫ്ഖുൽ ഫസഅ, പേടിപ്പിക്കലാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫഫസിഅ മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. ഒരു ഊത്തിലൂടെ മൊത്തം പേടിച്ച് വിറയ്ക്കും ജനങ്ങൾ. ഒരു ഊത്തിലൂടെ മൊത്തം പേടിക്കും. ഫസഅ, നഫ്ഖത്തുൽ ഫസഅ എന്നാണ് അതിന് പറയപ്പെടുക. പേടിക്കും, മൊത്തം പേടിക്കും. ഇപ്പോൾ ഒരു ഇടിവെട്ടുമ്പോൾ എന്ത് പേടിയാ, ഒരു സാര മുഴക്കുമ്പോൾ എന്ത് പേടിയാണ്. അപ്പോൾ ഇതുപോലെ പേടിക്കും അതിന്. രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ്, നഫ്ഖത്തുസ് സഅഖ്, എല്ലാം തകർന്ന് തരിപ്പണമാക്കാൻ ഒരു ഊത്തൂതും. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ ശാ അല്ലാഹ്. രണ്ടാമത്തെ ഊത്തിലൂടെ ഈ ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി കളയുമത്രേ. മൊത്തം എല്ലാം തകർന്നു പോകും. സഅഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം തകർന്നു പോയി, തീർന്നു, ഖലാസ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഈ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച്, ഒരു മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാം നശിക്കുന്നർത്ഥം, മൊത്തം തകർത്ത് താരിപ്പണാക്കും. ഇപ്പോൾ ഒന്നും ബുൾഡോസർ രാജ് കാണിക്കേണ്ട മോനെ, ഈ ബുൾഡോസർ വെച്ച് ഇടിക്കുന്നവനെയൊക്കെ അള്ള ഇടിച്ച് താക്കും ഒരു സമയത്ത്, മൊത്തത്തിൽ തകർത്തുള്ളൂ. അങ്ങനെ ഒരു സമയം വരും. അതിനാണ് നഫ്ഖത്തുസ് സഅഖ് എന്ന് പറയുക. മൊത്തം ഇടിച്ച് വീഴാണ്, എല്ലാം തീർന്ന്. JCB കൊണ്ടുവന്ന് കഅല്ലം തഗ്ന ബിൽ അംസ്, അള്ളാൻ്റെ JCB കേട്ടോ, ഇവിടുത്തെ അല്ല. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് അടിച്ച് നിരപ്പാക്കി മുഴുവൻ. അല്ലാഹു അക്ബർ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുകയാണ്. ഭൂമി ഇതാ അതിൻ്റെ പ്രകമ്പനത്തോടുകൂടി ഗർജിക്കുകയാണ്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും പുറന്തള്ളുകയാ. എന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യൻ ഭയവിഹ്വലതയോട് പരസ്പരം ചോദിക്കുന്ന ഒരു രംഗമാണ്. വഖാലൽ ഇൻസാൻ മാ ലഹാ, എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്, എന്താണ് ലോകത്തിന് സംഭവിച്ചത്? ഉണ്ടോ ഒരു ചോദിക്കും എല്ലാവരും, എന്ത് പറ്റി, എന്താ സംഭവം? അപ്പോൾ പറയും യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്ന് ഈ ഭൂമി അതിൻ്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഒരു ദിവസമാണ്. അത് ലോകാവസാനത്തിൻ്റെ ദിവസമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ലേ? ഇന്നൊന്നും ആളുകൾക്ക് ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. ഖുർആനായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയടോ, നീ ഭൂമി എടുത്ത് പറ, എന്താ സംഭവിച്ചെന്ന് പറഞ്ഞോട്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹ് പറയാ, അറിയിച്ചു കൊടുക്കണം. പറഞ്ഞോ, ഭൂമി പറഞ്ഞോ എന്താ സംഭവിച്ചെന്ന്. എൻ്റെ മുകളിലല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്, അടിച്ചു പൊളിച്ച് ജീവിച്ചവരൊക്കെ അല്ലേ. പറഞ്ഞോ എന്താ സംഭവിക്കാൻ പോണെന്ന് പറഞ്ഞുകൂട്. ഭയങ്കര സംഭവമായിരിക്കും. ആര് പറയാം, എല്ലാവരും അങ്ങനെ പെടും. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക
أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش. പർവ്വതങ്ങളൊക്കെ തവിട് പൊടി, മനുഷ്യനൊക്കെ പൂ പോലെ പറന്ന് പോവാണ്, പറന്ന് കളിക്കുകയാണ്. എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? وقال الإنسان ما لها يوم تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഗർഭിണികളായ ഒട്ടകങ്ങളൊക്കെ പ്രസവിക്കുകയാണ്. മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞിട്ട് ആ ഉമ്മമാര് നെട്ടോട്ടമോടുകയാണ്. പടച്ച റബ്ബേ, പ്രായമെത്തുന്നതിന് മുമ്പേ, സമയമാകുന്നതിന് മുമ്പേ ഗർഭിണികൾ പ്രസവിക്കുകയാണ്. ജനങ്ങളൊക്കെ ഓടുന്ന ഓട്ടം കണ്ടാൽ മദ്യപിച്ച് മതോന്മത്തനായി ഓടുന്നത് പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ വമാഹും ബിസുകാറാ, അവരാരും കഞ്ചാവടിച്ചിട്ടില്ല, അവരാരും മദ്യപിച്ചിട്ടില്ല. വലകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം ഇതാ പുലർന്നിരിക്കുകയാണ്. അവൻ്റെ വിളിയാളം എത്തിയിരിക്കുകയാണ്. ലോകാവസാനത്തിൻ്റെ തുടക്കമായി അവൻ്റെ ശിക്ഷയാണ്. അല്ല, ആരും വെള്ളമടിച്ചിട്ട് ഓടുമല്ല. ഈ വെപ്രാളപ്പെട്ട് മനുഷ്യൻ ഓടുന്ന രംഗം അതാണ്. ആ രംഗത്തിൽ മനുഷ്യൻ ഓടുന്ന രംഗമാണ്. ആ സമയത്താണ് എല്ലാവരുടെയും ഓട്ടം. ചോദിക്കുക, എന്താ സംഭവിച്ചത്? മനുഷ്യന്മാർക്കൊന്നൊരു വിലയില്ല, ആർക്കും വിലയില്ല. ഓടുകല്ലേ. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. ഓരോരുത്തർക്കും അന്ന് അവരവരുടെ കാര്യം. മക്കളൊന്നും വേണ്ട. ഇന്ന് ഭാര്യയില്ലാതെ പുറത്തേക്ക് പോകൂല, മക്കളില്ലാതെ പുറത്തേക്ക് പോകൂല, കൂട്ടുകാരനില്ലാതെ ബൈക്കിൽ കയറൂല. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളും മക്കളും ഇല്ലാത്ത ഒരു ജീവിതമില്ല. പക്ഷേ ആ മഹാമഹ്ശറയിലെ ആ വൻസഭ സമ്മേളിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ, മോനെ, നിന്റെ ഉപ്പയാരാണ്, ഉമ്മയാരാ? ഭർത്താവേ, നിന്റെ ഭാര്യ ഏത്? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താവ് ആരാണ്? ഓരോരുത്തരും ഓടുകയാ. ഭർത്താവിൽ നിന്ന് ഭാര്യ ഓടുകയാണ്, ഉമ്മയിൽ നിന്ന് ഉപ്പ ഓടുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ഓടുകയാ, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ. ഓട്ടത്തോടെ ഓട്ടമാണ്. ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. ഓരോരുത്തർക്കും അന്നേ ദിവസത്തിൽ അവരവരുടെ കാര്യമല്ലാതെ മറ്റൊരാളെ പരിഗണിക്കുക പോലുമില്ല. ഇപ്പം പൊക്കിയെടുത്ത് മക്കളെയും കൊണ്ട് നടക്കും. ഉമ്മ വെച്ച് അവൻ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുത്ത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ജീവിക്കും. മക്കളെ എന്നും പറഞ്ഞ് ജീവിക്കും. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഓടുന്ന രംഗം ആ സമയത്ത്. അതൊക്കെ ജനങ്ങൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ആരോർക്കുന്നുണ്ട്? ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. ഇതൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. വല്ലാത്ത സംഭവമാണ്. മഹ്ശറിലേക്ക് പോകുന്ന രംഗം വല്ലാത്ത സംഭവമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തൂതി മൊത്തം അടിച്ച് നിരപ്പാക്കും. പറ്റ നിരപ്പാക്കളയും. തീർന്നതോടുകൂടി എല്ലാം ശാന്തമായിട്ട് കിടക്കും. മുണ്ടക്കൈ ഇല്ല. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു നാട് തന്നെ ഇല്ലതായില്ലേ?
അങ്ങനൊരു സംഭവം അവിടെ ഇല്ല, ഒരു വീടേ ഇല്ല, ഭൂമിയല്ല. കല്ലം തഗ്നബിൽ അംസ്, ഖുർആൻ പറഞ്ഞ വാക്ക. ഇന്നലെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ആ കോലത്തിൽ അള്ളാഹ് തുടച്ച് നീക്കി. ധനുഷ്കൊടിയിൽ പോകുന്നില്ലേ നിങ്ങളൊക്കെ? രാമേശ്വരത്ത് നിന്ന് കറങ്ങാൻ ധനുഷ്കൊടിയിലേക്ക് പോകില്ലേ? ധനുഷ്കൊടി അവിടെ ഒരു വലിയ രാജ്യമായിരുന്നു, വലിയൊരു നാടാണത്. ആ ധനുഷ്കൊടി എന്ന് പറഞ്ഞ സ്ഥലം കടലിനടിയിലാണത്. ഒരു കാലഘട്ടത്തിൽ കടലിനടിയിലായിപ്പോയ സ്ഥലങ്ങളാണതെല്ലാം. പഴയ റെയിൽവേ സ്റ്റേഷനും പഴയ ഹോസ്പിറ്റലുകളും എല്ലാം അവിടെ പോകുമ്പോൾ കാണാം ധനുഷ്കൊടി. പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. പള്ളികളുടെ ഞാനത് വായിച്ചിട്ടുണ്ട്. പള്ളിയുടെ ആ ഒരു മീസാങ്കല്ലിനകത്ത് എഴുതിയിരിക്കുന്ന, കൊത്തി എഴുതിയിരിക്കുന്ന അവിടെ പോയപ്പോൾ കാണാൻ പറ്റി. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഉണ്ട്. കാരണം വലിയ വലിയ നാടായിരുന്നു, വലിയ നാട്. പക്ഷെ തകർന്നരിപ്പണാക്കി. ഇപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. കാറൂൻ അധിവസിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങൾ ഈജിപ്തിൽ പോയിട്ടില്ലേ? പോയി നോക്ക്. കാറൂൻ ആ സ്ഥലങ്ങളൊക്കെ കാണാം. കടലായിട്ട് കിടക്കുകയാണ്. എന്തായിരുന്നു? ഭയങ്കര വീട്, സെറ്റപ്പ്, കൊട്ടാരായിരുന്നു. അല്ലാഹു തആല ഭൂമിക്കകത്തേക്ക് അവനെ ഇടിച്ച് താഴ്ത്തിയ സ്ഥലം ഇന്ന് കടൽ പോലെ കിടക്കുകയാണ്. കടലാണ്. അവിടെയായിരുന്നു അവൻ്റെ ഭവനമുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ അവിടെ ഇല്ല. ഇതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. ഇതാണ് ഈ ലോകാവസാനം. ലോകത്തിൻ്റെ അവസാനത്തോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മയ്യത്തും കരയോ പാറയമുക്കോ ഇങ്ങനൊരു ജംഗ്ഷനോ ഇതൊരു സംഭവം. ഇപ്പം മുണ്ടക്കയിൽ എൻ്റെ വീട് അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് പറയാനേ പറ്റൂ. ഏതായിരുന്നു എൻ്റെ വീട്? ഏതായിരുന്നു നിങ്ങളുടെ സ്കൂള്? ഏതായിരുന്നു നിങ്ങളുടെ മദ്രസ? എല്ലാം നിരപ്പായി. ഇതാണ് ലോകാവസാനം. ഇത് രണ്ടാമത്തെ ഊത്തോടുകൂടി ലോകം മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. മൂന്നാമത് ഊതാൻ പറയും. അതാണ് മഹ്ശറയിലേക്കുള്ള യാത്ര. ആലമുൽ ബർസഖ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്ന യാത്ര എങ്ങോട്ടാണെന്നറിയോ? അതാണ് മഹ്ശറിലേക്കുള്ള യാത്ര. അഞ്ചാമത്തെ ലോകം അതാണ് ആലമുൽ മഹ്ശർ. അഞ്ചാമത് നമ്മൾ പോകുന്ന സ്ഥലമാണ് ആലമുൽ മഹ്ശർ, മഹ്ശറിലേക്ക്. നമ്മളിത് അറിയണ്ടേ, പഠിക്കണ്ടേ. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കണേ. ഒരു ലോകമുണ്ട് കേട്ടോ. ആ ലോകത്തിൻ്റെ പേരാണ് ആലമുൽ മഹ്ശർ. അത് വിശ്വസിക്കണം. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സത്യവിശ്വാസികളുടെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ ഖുർആൻ നിസ്സംശയം, ഒരു സംശയവും വേണ്ട, ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്, സദ്വർത്തർക്ക് വഴികാട്ടിയാണ്. ആരാണ് ആ മുത്തഖീങ്ങൾ എന്നറിയോ? അല്ലദീന യുഖീമൂന സ്സലാഹ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. കണ്ടോ? ഗൈബ് എന്ന് പറഞ്ഞ ഒരു ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അദൃശ്യ ലോകം, അദൃശ്യ ലോകത്തെ കൊണ്ട് അവർ വിശ്വസിക്കണം. അങ്ങനെ ഒരു ലോകമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ കൗമിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഇവർ ഈ ആട്ടും പാട്ടും ഈ പത്രാസും കണ്ടു കഴിഞ്ഞാൽ പടച്ചവനെ, ദുനിയാവാണ് നമ്മുടെ ലോകം, ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി. ആഖിറം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നും, അതൊക്കെ വെറുതെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കുകയാണ് മക്കളെ എന്ന മട്ടിലാണ് ഈ നമ്മുടെ കൗമിനെ. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ അറിയണ്ട. നമ്മുടെ കൗമിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വല്ല പേടിയുണ്ടോ ആഖിറത്തെക്കുറിച്ച്? ആർക്കെന്താ പേടി? കല്യാണത്തിലൊക്കെ അവൻ്റെ പവറും പത്രാസും എന്തൊക്കെയാണ്? ആണും പെണ്ണും ചേർന്ന് കിടന്ന് ചാടിക്കളിക്കുന്ന കളിയൊക്കെ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ആര് ചോദിക്കാൻ പറയും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉസ്താദ്മാർക്ക് എങ്ങനെ വിളിച്ച് പറയാൻ പറ്റുമോ? ആലമുൽ അർവാഹില്ലേ, ആലമുൽ മഹ്ശറില്ലേ? നാളെ മഹ്ശറിൽ ഇതൊക്കെ ചോദ്യം ചെയ്യൂലേ? ഇതൊക്കെ നിന്നെ കൊണ്ടുപോകൂലേ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? നീ മരിച്ചു പോകുന്നവനല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലം എങ്ങോട്ടാ? നീ മരിച്ച് മണ്ണായി പോകുമെന്നാണോ നീ കരുതുന്നത്? നീ മണ്ണായി പോയത് കൊണ്ട് അള്ളാഹ്ക്കുള്ള പ്രശ്നമുണ്ടോ? അയഹ്സബുൽ ഇൻസാൻ അൻ യുത്രക സുദാ
അലം യകുനു തുഫതം മിൻ മനി യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى മനുഷ്യ നീ വെറുതെ കളിക്കണ്ട കേട്ടോ, വെറുതെ രസിക്കണ്ട കേട്ടോ, വെറുതെ നിന്നെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ. അള്ളാഹ് നമ്മടുത്ത് ചോദിക്കണം, ഹബീബേ, സൂറത്തുൽ ഖിയാമ പേര് തന്നെ അത് തന്നെയാണ്. ഖിയാം, ലോകാവസാനം തീർന്ന് നിന്നെ നിർത്താൻ പോകുന്ന സ്ഥലമാണ് ഖിയാമ. നിന്നെ നിർത്താൻ പോകണത്. ഒരുപാട് അർത്ഥമുണ്ട്. എല്ലാം നിർത്തി, ലോകമൊക്കെ നിർത്തി, ആട്ടും പാട്ടമൊക്കെ നിർത്തി, നിന്നെ നീ നിർത്താൻ പോവാണ്. കേറുന്നില്ലേ? ഖിയാമത്ത്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ലോകാവസാനത്തെ തന്നെയാണ് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. എന്തൊക്കെ അള്ളാഹ് പിടിച്ചിടുന്ന സത്യമായി. അള്ളാഹ് ആണയിടാണ് നമ്മളോട്. ആ സൂറത്തിൻ്റെ അവസാനം അള്ളാഹ് ആയത്ത് നിർത്തുന്നതാണ് ഞാനിപ്പോൾ ഓതിയത്. അയഹ്സബുൽ ഇൻസാൻ അയ്യുത്റക സുദാ, വെറുതെ നിന്നെ വിടപ്പെടുമെന്ന് നീ കരുതണ്ട കേട്ടോ, കരുതല്ലേ. പക്ഷെ ആരതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ? ആര് ചിന്തിക്കുന്നുണ്ട്? പട്ടിണി കിടന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ദിവസങ്ങളായി പട്ടിണിയാണ്. അല്ലാഹുവേ, തിന്നാൻ ഗതിയില്ല, കുടിക്കാൻ ഗതിയില്ല. മഹദിയായ ആയിഷ ബീവി പറഞ്ഞില്ലേ, ഇന്നാ കുന്നാ ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ നസ്തൗഖിദു ബിനാർ നംകുസു ശഹറാ മാ നസ്തൗഖിദു ബിനാരിൻ ഇല്ല തംറു വൽ മാ. ഞങ്ങൾ അഹ്ലു ബൈത്തുകളാണ്, ഞങ്ങൾ ആല് മുഹമ്മദാണ്, പ്രവാചകന്റെ പത്നിമാരാണ്, പ്രവാചകന്റെ കുടുംബങ്ങളാണ്. ഞങ്ങൾ മാസങ്ങളോളം ഒരു തമ്രിലും ഒരു കാരക്കയിലും ഒരു ഗ്ലാസ് വെള്ളത്തിലും മാസങ്ങളോളം ഞങ്ങൾ കഴിച്ചുകൂട്ടി സ്വഹാബത്തെ. മാനസ്തൗഖിദു ബിനാർ, മാസങ്ങളായി ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല. അടുപ്പ് പുകഞ്ഞിട്ടില്ല, കത്തിക്കാനില്ല. കത്തിക്കാൻ ഇറച്ചി വേണ്ടേ, റൊട്ടി വെക്കണ്ടേ, മാവ് വേണ്ടേ? കത്തിക്കാനില്ല. ഞങ്ങൾ ആല് മുഹമ്മദാണ്. നബി തങ്ങളുടെ കുടുംബക്കാരാണ്, നബി തങ്ങളുടെ പത്നിമാരാണ്, നബി തങ്ങളുടെ പൊന്നുമക്കളാ. പക്ഷേ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ കേവലം ഒരു തമ്രും വെള്ളവും കൊണ്ട് മാത്രം കഴിഞ്ഞുകൂടി. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യബീതുൽ ലയാലിയൽ മുതതാബിഅ താവിയൻ ഹുവ വഅഹ്ലുഹു ലാ യജിദൂന അശാ ലാ യജിദൂന അശാ. ഇന്ന് ഈ അബൂബക്കർ വയറ് നിറച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം ഈ അടുത്ത വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഈ നബിതങ്ങളുടെ പട്ടിണിയെക്കുറിച്ച് പറയാൻ വന്നിരിക്കുന്നതെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദിവസങ്ങളോളം വയറ്റിൽ ഒന്നും കഴിക്കാനില്ലാതെ വേദന കൊണ്ട് വയറ് ചുരുട്ടി വെച്ച് കിടന്ന് ഉറങ്ങിയത്രേ. അല്ലാഹു അക്ബർ. നമുക്കൊക്കെ പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയാണ് ഹബീബേ, എന്ത് യോഗ്യത എനിക്ക് പ്രസംഗിക്കാൻ. നമ്മളൊക്കെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണം നല്ല റാഹത്തായിട്ട് തിന്ന് കൊഴുത്ത് വന്നിരുന്ന് പ്രസംഗിക്കുകയാണ് നബിയുടെ പട്ടിണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യബീതുൽ ലയാലിയൽ മുതതാബിഅ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. യബീതുൽ ലയാലിയൽ മുതതാബിഅ, തുടർച്ചയായ രാത്രിയിൽ. താവിയൻ ഹുവ വഅഹ്ലുഹു, നബിയും അവിടുത്തെ കുടുംബവും വയറ് ചുരുട്ടി വെച്ച് ഉറങ്ങുമായിരുന്നു. ലാ യജിദൂന അശാ, രാത്രി കഴിക്കാൻ ഭക്ഷണമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ എന്തവകാശം അവരെ കുറിച്ച് പറയാൻ? എന്തവകാശം?
അല്ലാഹ് പടച്ചവനെ റബ്ബേ. ഒരു ദിവസം പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു കഷണം റൊട്ടിയുമായി കടന്നു വരുന്നു. പട്ടിണി, മോള് പട്ടിണിയിലാണ്, നബിയും പട്ടിണിയിലാണ്, മോളും പട്ടിണിയിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോൾക്ക് കുറച്ച് ഇവിടുന്ന് ഒരിത്തിരി റൊട്ടി കിട്ടി. ആ റൊട്ടി കഷ്ണവുമായി മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. കയ്യിലെന്തോ ഇരിക്കുന്നത് കണ്ടിട്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, മോളെ എന്താണ് നിന്റെ കയ്യിലുള്ളത് പൊന്നുമോളെ ഫാത്തിമ? റസൂലുള്ളാഹിയുടെ പൊന്നുമോള് മുത്തുമോള് കരളിന്റെ കാതൽ പറഞ്ഞു, ഖർസു ഖുബ്സതി, ഒരു റൊട്ടി കഷണമാണ് ഹബീബേ. എനിക്ക് തിന്നാൻ കിട്ടിയതാണ്. ഞാനത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ഉപ്പ ഭക്ഷണം കഴിച്ച് കാണൂലല്ലോ, എൻ്റെ ഉപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ അപ്പോൾ പറഞ്ഞു. വലം തത്തിബു നഫ്സി, എനിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല ഉപ്പ, ഇത് ഉപ്പാക്ക് കൊണ്ടുവന്ന് തരാതെ എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഞാനും പട്ടിണിയാണ്, പക്ഷേ ഇത് റസൂലുള്ളാഹിക്ക് കൊണ്ടുവന്ന് കൊടുക്കാതെ എൻ്റെ മനസ്സങ്ങോട്ട് നിറയുന്നില്ല ഉപ്പ. ഓ, ഒരു സ്നേഹമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ മോള് തിന്നുമോളെ, മക്കൾ തിന്ന്, വാപ്പ പിന്നെ തിന്നോളാം, മക്കൾ തിന്നെന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് ഫാത്തിമ തിന്നാൻ മനസ്സ് വരുന്നില്ല. നബി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ട്, ഉപ്പ തിന്ന്, എനിക്ക് ഇച്ചിരി കിട്ടിയപ്പോൾ ഞാൻ ഉപ്പാക്ക് ഇത്തിരി കൊണ്ടുവന്ന ഉപ്പ തിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വാങ്ങി വായിൽ വെച്ചിട്ട് പറഞ്ഞു, നഅം മോളെ ഫാത്തിമ, ഈ റൊട്ടി കഷണമുണ്ടല്ലോ, അവലു ദഖഫമ അബീകി മുൻദു സലാസതി അയ്യാം, മോളെ 3 ദിവസമായി ഈ ഉപ്പാൻ്റെ വായിലേക്ക് വെക്കപ്പെടുന്ന ആദ്യത്തെ ഭക്ഷണം ഈ റൊട്ടി കഷ്ണമാണ് പൊന്നുമോളെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും പറയാനൊന്നും ആഫിയത്ത് വരുന്നില്ല ഹബീബേ. നമ്മളെങ്ങനെ ഇത് പറയും ചിന്തിച്ചു നോക്ക്. നമ്മളെത്ര തീറ്റിയാ തിന്നുന്ന അല്ലാഹ്. 3 ദിവസമായിന്ന് ഭക്ഷണം കഴിച്ചിട്ട് 3-ാമത്തെ ദിവസത്തിൽ പാപ്പാൻ്റെ വായിൽ വയ്ക്കപ്പെടുന്ന റൊട്ടിയുടെ കഷ്ണാണിത് മോളെ ഫാത്തിമ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടാണ് ഇത് നമുക്കിവിടെ ഉണ്ടാക്കി തന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് നിറച്ച് കഴിച്ചില്ല, പക്ഷേ ആ വിശപ്പിന് വേണ്ടിയിട്ട് കഴിച്ചു. വിശപ്പിന് വേണ്ടി കഴിച്ച് വയറ് അല്പം ഒന്ന് നിറഞ്ഞു പോയപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, ഇതിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ മറുപടി പറയണം കേട്ടോ, ഇതിൻ്റെ പേരിൽ മറുപടി പറയണം കേട്ടോ. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ നിഅമത്തിന് അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ മറുപടി പറയണം. അപ്പോൾ സഹാബത്തൊക്കെ ചോദിച്ചു, നമ്മൾ പട്ടിണി കിടന്നിട്ട് ഇത്തിരി വയറ് നിറച്ചല്ലേ നബിയെ? നമ്മൾ പട്ടിണി കിടക്കാറുന്നല്ലോ, അപ്പോൾ ഇത്തിരി വയറ് നിറച്ചപ്പോൾ റൊട്ടി കിട്ടിയപ്പോൾ നമ്മൾ ഇത്തിരി തിന്നു പോയതല്ലേ? ഇതിനും ചോദ്യമുണ്ടോ? അതെ, ഇതിനും ചോദ്യമുണ്ട്. ഈ വയറ് നിറച്ചതിന് നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യമുണ്ട്. നമ്മൾ എത്ര മറുപടി പറയണം? എത്ര അൽഫഹമിന് മറുപടി പറയണം, എത്ര ഷവർമായ്ക്ക് മറുപടി പറയണം, എത്ര ഷവ്വായ്ക്ക് മറുപടി പറയണം, എത്ര കുഴിമന്തിക്ക് മറുപടി പറയണ്ടേ? എല്ലാം പറയണ്ടേ? അബൂബക്കറേ, ഇതെല്ലാം പറയാതെ എവിടെ പാൻ? മരിക്കുന്നതിന് മുമ്പ് കുത്തിയിരുന്ന് 1 മണിക്കൂർ തൗബാച്ചി അവസരം തരണേ റബ്ബേ. അല്ലാതെ അങ്ങാണ് മരിച്ചു പോയാൽ ഹിസാബൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, താങ്ങൂല. ഹിസാബൊന്നും നമ്മളെ കൊണ്ട് താങ്ങൂല ഹബീബേ, താങ്ങൂല. എങ്ങനെ മറുപടി പറയും? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. നമ്മൾ മണിക്കൂറുകളോളം വാട്സപ്പിൽ കളിക്കുന്നതിനൊക്കെ ഹിസാബ് പറയണ്ടേ? എങ്ങനെ പറയും? നിങ്ങൾ പറയും.
മണിക്കൂറുകളോളം ആവശ്യമില്ലാതിരുന്ന് സംസാരിക്കുന്ന ഹിസാബ് പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, മഹ്ശറയെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചും വിശ്വാസമില്ല, നമുക്ക് വിശ്വാസമില്ല. ഹിസാബ് പറയണ്ടേ? ഇതിനൊക്കെ പണം ഇട്ട് വാരി കളിക്കുക, ഹിസാബ് പറയണ്ടേ? എന്തെങ്കിലും വിചാരിച്ചത് മരിച്ചു പോയാൽ അങ്ങ് മണ്ണായിട്ട് അങ്ങ് പോകുന്നോ? അങ്ങ് ലയിച്ച് പോയി അവിടെ അങ്ങ് പിന്നെ ഒന്നുമില്ല, ജലപ്രളയം വന്ന് എല്ലാം ഒഴുകി പൊടിഞ്ഞു പോയി. എവിടെ ഞാൻ എൻ്റെ ഉപ്പുപ്പാടെ ഖബറിൽ എൻ്റെ ഉമ്മയെ കൊണ്ട് അടക്കിയപ്പം അവിടെ അങ്ങ് ഉപ്പുപ്പായും ഇല്ല ഉമ്മുമ്മായും ഇല്ല, അവിടെ അങ്ങ് ആരുമില്ല, എല്ലാം പൊടിഞ്ഞു, അവിടെ അങ്ങ് ആരുമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. നിൻ്റെ ബോഡിയൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അതാ ഖുർആൻ പറഞ്ഞ വാക്ക്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫതം മിൻ മനിയുംനാ. തെറിച്ച് വീഴുന്ന ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചില്ലേ? ആണും പെണ്ണുമാക്കി ഞാൻ മാറ്റിയില്ലേ? അലൈസ ദാലിക ബിഖാദിർ അലാ അയ്യുഹിയൽ മൗതാ. നീ മരിച്ച് ജീർണിച്ച് ഭസ്മമായി ധൂളികളായി പോകട്ടെ, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനല്ലേ ആ പടച്ച തമ്പുരാൻ. ബലാ ഖാദിർ, ബലാ ഖാദിർ, ബലാ ഖാദിർ. കഴിവുള്ളവനാണ് പടച്ചവനെ, നീ കഴിവുള്ളവനാണ് പടച്ചവൻ. ലോകവകാശം ഞാൻ നേരത്തെ പോതിയിൽ ആയത്തുണ്ടല്ലോ, ആകാശഭൂമികളെല്ലാം തകർക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ. ആ ദിവസത്തിൽ നശിക്കാത്ത 7 കാര്യമുണ്ട്. എന്തേ? നശിക്കാത്ത 7 കാര്യമുണ്ട്. ഉസ്താദ് ഇച്ചിരി വെള്ളം ഒഴിച്ചാണ്, അല്ല ഇങ്ങോട്ട് നീക്കി വെക്കും, ഞാൻ എടുത്ത് കുടിച്ചോളൂ. പിന്നെ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യും? വാത് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും ഇല്ലയോ? പറച്ചിൽ കേട്ടപ്പം ഉസ്താദ് ചുക്ക് കൂട്ടിയിടണോ, കരിപ്പട്ടി വേണോ, ഉണ്ട വേണോ, ശർക്കര വേണോ, ഏതാന്നൊക്കെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ചുക്ക് കാപ്പിയൊക്കെ ആയിരിക്കുമെന്ന്. അവസാനം ചുക്കേ ഉള്ളു ഇവിടെ, കാപ്പിയില്ല. എന്തുകൊണ്ടാണ് അവിടെ ചുക്ക്? ഞാൻ പറഞ്ഞില്ല 5 മിനിറ്റ് ചുമയ്ക്കും 10 മിനിറ്റ് പ്രസംഗം. ഇന്നത്തെ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയ ഒരാഴ്ച റെസ്റ്റ് എടുക്കാറുണ്ട്. പ്രസംഗം 11 ആവാൻ പോകുന്നു കേട്ടോ. 20 മിനിറ്റ് കൂടെ ഉള്ള എന്നെ കുറ്റം പറയല്ലേ. മൈശാറും എത്തിയില്ല, പ്രളയവും എത്തിയില്ല. അല്ലോ പടച്ചവനെ. അപ്പോൾ ആകാശഭൂമി എല്ലാം തകർക്കപ്പെടുമ്പോൾ 7 കാര്യം നശിക്കൂല. അത് പഠിച്ചു വെച്ചോ. എല്ലാവരും വിചാരിക്കും ഈ നമ്മുടെയൊക്കെ ബോഡിയൊക്കെ ഭൂമിയിൽ ദ്രവിച്ചു പോകുമ്പം പിന്നെ എവിടെ ഇട്ട് അളിയാ ചോദ്യമൊക്കെ ചോദിക്കാൻ പോകും. ഇതൊക്കെ ആരാ പറഞ്ഞത്? എല്ലാവരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ ഹിന്ദുക്കളെല്ലാം കൊണ്ടിട്ട് കത്തിച്ച് ചാമ്പലാക്കി പുഴയിലൊഴുക്കി വിടുന്നത് പിന്നെ എവിടെ ഇട്ട് ചോദിക്കാനാണ്? എല്ലാം പ്രശ്നം. എവിടെ ഇട്ട് പിന്നെ ചോദിക്കാനാ? അപ്പോൾ നമ്മുടെ കാക്കാന്മാർ വിചാരിച്ചു ഹിന്ദു ആയാൽ മതിയായിരുന്നില്ല, പൊടിക്കാൻ കളയും, പിന്നെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. നൗദുബില്ല. അങ്ങനെ അങ്ങനെ കരുതി ഇരുന്നാൽ മതി കേട്ടാ. അള്ളാഹ് പറഞ്ഞ് ചോദ്യം, അള്ളാഹ് ചോദിച്ച് ചോദ്യാ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടി. ഹൽ അതാലൽ ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅം മദ്കൂറാ. കണ്ട, നീ ഒന്നും അല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നെ നാം സൃഷ്ടിച്ചു കൊണ്ടുവന്നു. ഇന്നാ ഖലഖനൽ ഇൻസാൻ മിൻ നുത്ഫത്തിൻ അംശാജ് നബ്തലീ. കണ്ടോ, നാം നിങ്ങളെ കൊണ്ടുവന്ന് സൃഷ്ടിച്ചു, നാം നിങ്ങളെ പരീക്ഷിച്ചു, നിങ്ങളെ സൃഷ്ടിച്ചു നാം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നാം സൃഷ്ടിച്ചു, നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഫജഅൽനാഹു സമഅ വൽ ബസറ വൽ അഫീദ, നിങ്ങൾക്ക് ഞാൻ കണ്ണ്, കാത്, ഹൃദയമെല്ലാം നൽകിയില്ലേ? എല്ലാം അള്ളാഹ് തന്നു. ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ എന്താ ഉള്ള? ഒന്നുമില്ല. പക്ഷെ അതിലൂടെ മനുഷ്യൻ്റെ കോലത്തെ തന്നെ അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഇത് അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമ്മളെ ഇങ്ങനെ ഭൂമിയിൽ പോയിട്ട് നമ്മൾ ദ്രവിച്ചു പോയാൽ തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, ഉയിര് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ല എന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാം നശിച്ചാലും 7 കാര്യങ്ങൾ നശിക്കൂല കേട്ടോ. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമാകുമത്രേ.
അള്ളാഹ് ഉദ്ദേശിച്ച ചിലത് ഇല്ല മൻ ഷാ അള്ളാഹ് ഉദ്ദേശിച്ച ചിലതൊഴികെ എല്ലാം നശിക്കും. അതെന്താ അള്ളാഹ് ഉദ്ദേശിച്ച ചിലത്? ലാ സബഅത്തുൻ 7 കാര്യം ലാ തഫ്നീ നശിക്കൂല. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂകമ്പം ഉണ്ടായാലും ഭൂമി കുലുക്കം ഉണ്ടായാലും ലോകാവസാനം സംഭവിച്ചാലും ഖിയാമത്ത് നാൾ സംഭവിച്ചാലും 7 കാര്യം നശിക്കൂ. 7 കാര്യം നശിക്കൂല. 1 അർശ്, 2 കുർസി, 3 ലൗഹ്, 4 ഖലം, 5 ജന്നത്ത്, 6 നാർ നരകം, 7 അൽ അർവാഹ്. നമ്മുടെ റൂഹുകളുണ്ടല്ലോ നശിക്കൂല. നമ്മുടെ റൂഹിനാണ് ചോദ്യം. റൂഹാണ് പിടിച്ചോണ്ട് പോണത് മലക്ക്. ഡെഡ് ബോഡിക്ക് ഒരു ചാൻസും ഇല്ല. ബോഡി ബോഡിയല്ല വിഷയം, ബോഡിക്കകത്തുള്ള റൂഹാണ് വിഷയം. അതാണ് റൂഹ്. നമ്മളെ അവനെല്ലാം അടിച്ചു പോയാൽ പറയില്ല അളിയാ അവൻ്റെ റൂഹ് പോയി അളിയാന്ന് പറയും. പോത്തിന് അറുത്തിട്ട് അളിയ റൂഹ് പോയി ഇനി ഉരിച്ചോ. അപ്പോൾ റൂഹ് പോയെന്ന് പറയുന്നില്ലേ, ഈ റൂഹാണ്. ഈ റൂഹ് ചത്തു എന്നല്ല പറയുന്നത്, റൂഹ് പോയെന്ന് പറഞ്ഞത്. എവിടെ പോയി? ഒന്നുകിൽ സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ നരകത്തിൽ പോയി. രണ്ടാമൊരു സ്ഥലത്തേ പോകുള്ളൂ. ഒന്നുകിൽ ഇല്ലിയൂൻ സ്വർഗം, അല്ലെങ്കിൽ സിജ്ജീൻ നരകം. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ രണ്ടാലൊരു സ്ഥലത്താണ് മലക്കുൽ മൗത്ത് ഒന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. മലക്കുൽ മൗത്ത് വന്ന് പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലം അതാണ്. എൻ്റെ റൂഹിനെയാണ് പിടിക്കുന്നത്, ശരീരമല്ല. ശരീരമൊന്നും അള്ളാഹ്ക്കൊന്നും വേണ്ട, ഈ റൂഹാണ് അവൻ. റൂഹ് മരിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നില്ല സംഭവം യഥാർത്ഥത്തിൽ. ഈ റൂഹിനെ പിടിച്ചുകൊണ്ട് പോയി നമ്മൾ ഡെഡ് ബോഡി ആയിട്ട് കിടക്കും. ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി ഖബറിനകത്ത് വെച്ച് അവിടെ നിന്ന് 7 ചുവട്ടടി എല്ലാവരും മാറുമ്പോഴേക്കും തുആദു റൂഹുഹു, അവൻ്റെ റൂഹിനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും നമ്മുടെ ശരീരത്തിലേക്ക്. അപ്പം നമുക്ക് വീണ്ടും ഉയിര് കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ പിടിച്ചിരുത്തിയിട്ടാണ് ചോദിക്കുന്നത്, ഐഖലക അജ്ലസക സഅലക മൻ റബ്ബുക. ഉണ്ടോ? അങ്ങനെയാണ് റൂഹിനെ മടക്കപ്പെടും. ആ റൂഹ് മടക്കുമ്പോൾ നമുക്ക് ആഫിയത്ത് കിട്ടി, ആരോഗ്യം കിട്ടി, ആയുസ് കിട്ടി. അങ്ങനെ നമ്മളെ വിളിച്ച് ഉണർത്തും. അങ്ങനെ ഉണർത്തിയിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തും. എന്നിട്ട് ചോദിക്കും, ആരാ നിൻ്റെ റബ്ബ്? ഉயிருള്ളവൻ്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റൂ. മരിച്ച മയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറ്റുമോ ആരാ നിൻ്റെ റബ്ബെന്ന് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഉയിരവിടെ കൊടുക്കുകയാണ്, റൂഹ് കൊടുക്കുകയാണ്. തുആദു റൂഹുഹു. അപ്പോൾ റൂഹ് മടക്കപ്പെടും ഖബറിനകത്ത്. അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് നമ്മളവിടെ സലാം പറയുന്നത്. ഇവിടെ റൂഹിനെ മടക്കപ്പെടും, പിന്നെ മരിക്കൂല, പിന്നെ ഒരൊറ്റ കിടത്തയാണ്, പിന്നെ അവിടുത്തെ അദാബുകൾ സ്വീകരിച്ചോണം. അതാണ് ബർസഖ്. എന്നിട്ട് പിന്നെ മൂന്നാമത്തെ ഒരു